ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് യു കെയിൽ HGV ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടേ പിന്നെ എനിക്ക് ഒരുപാട് പേര് കമൻ്റായിട്ടും മെസ്സേജായിട്ടും ചോദിച്ചിരുന്നു, എങ്ങനെയാണ് യു കെയിലൊക്കെ എത്തിപ്പെടാം, എങ്ങനെയാണ് ലൈസൻസ് എടുക്കുക, ഇവിടെ വന്നാൽ എത്ര സാലറി കിട്ടും, വിസ സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് യു കെയിൽ HGV ലൈസൻസ് എടുക്കുക എന്നുള്ള കാര്യം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് myself Aslam. I'm from Thrissur, Kerala, and I live in the Luton for the past 4 years. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാരൊക്കെ ഒരു ഡ്രീമാണ് യു കെയിലോട്ട് വരാം, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോട്ട് വരാം, HGV ലൈസൻസ് എടുക്കുക, ട്രക്ക് ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ യു കെയിൽ ട്രക്ക് ഡ്രൈവർ ആവാൻ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് 10 സ്റ്റെപ്സ് ഉണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യു കെയിൽ പ്രൊഫഷണലായിട്ട് ട്രക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട 3 ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഡോക്യുമെൻ്റാണ് C+C ലൈസൻസ്, അത് ട്രക്ക് ലൈസൻസ്. സെക്കൻഡ് വണ്ണാണ് ഡ്രൈവർ കാർഡ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് ഡ്രൈവർ ക്വാളിഫിക്കേഷൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ പിന്നെ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മാറ്ററിലോട്ട് വരാം, എങ്ങനെയാണ് യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് വേണ്ടത്? അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 18 ഏജ്ഡ് ആയിരിക്കണം. അപ്പോൾ 18 വയസ്സായിരിക്കണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് HGV എടുക്കാൻ വേണ്ടിയിട്ട്. HGVയുടെ ഫുൾ ഫോമാണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ. അതോടൊപ്പം എന്നുള്ള അടുത്ത ക്രൈറ്റീരിയ ആണ് ഈ ഏജിലുള്ള ആൾക്ക് കാർ ലൈസൻസ് ഉണ്ടായിരിക്കണം. കാറ്റഗറി ബിയിലുള്ള കാർ ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് മാനുവലായാലും ഓട്ടോമാറ്റിക്കായാലും ഡസൻ മാറ്റർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 18 ഏജ്ഡ് ആയിരിക്കണം ആൻഡ് കാറ്റഗറി ബിയിലുള്ള കാർ ലൈസൻസ് മാനുവലോ ഓട്ടോമാറ്റിക്കോ ഉണ്ടായിരിക്കണം. ഇനി എന്താണ് അടുത്ത പരിപാടി? മുമ്പ് യു കെയിൽ കാർ ലൈസൻസ് എടുത്തതിന് ശേഷം 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് HGVന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ഷോർട്ടേജ് കാരണം ആ ഗവൺമെൻറ് ആ ഒരു നിയമം ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ കാർ ലൈസൻസ് എടുത്ത ഓൺ ദ നെക്സ്റ്റ് ഡേ നമുക്ക് HGVക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്, എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞിരുന്നു ഇങ്ങനെ കാർ ലൈസൻസ് കിട്ടിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് HGVക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നീട് ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് കറൻറ്റ്ലി ഇപ്പോൾ ആ നിയമം ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് സമയം പോയി. അപ്പോൾ യു കെയിൽ ആർക്കെങ്കിലും HGV ലൈസൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാറ്ററിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊവിഷന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കാർ ലൈസൻസ് എടുത്ത ഏതൊരാൾക്കും മനസ്സിലാവും, നമുക്ക് കാർ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ പ്രൊവിഷനിൽ അപ്ലൈ ചെയ്യണം. പ്രൊവിഷനിൽ കിട്ടിയ ശേഷമാണ് നമ്മൾ ബാക്കി പ്രൊസീഡിങ്സ് നമ്മൾ ചെയ്യാറ് കാർ ലൈസൻസ്. അതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് HGVയിലുള്ളത്. അപ്പോൾ ഈ പ്രൊവിഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് D2 D4 ഫോം വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ എങ്ങനെയാണ് HGV ലൈസൻസ് എടുത്താനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിൽ വേറെ മെത്തേഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ D2 D4 ഫോം എങ്ങനെ കിട്ടും? ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി, അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. D2 D4 ഫോം ചോദിച്ചാൽ മതി. അവിടെ ഏതെങ്കിലും സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ D2 D4 ഫോം അവർ ഫ്രീ ആയിട്ട് തരും. ആ ഫോം കിട്ടിയതിന് ശേഷം D2 എന്ന ഫോം ഫില്ല് ചെയ്യേണ്ടത് അപ്ലിക്കൻ്റാണ്. അത് നമ്മൾ തന്നെയാണ് D2 ഫോം ഫില്ല് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുള്ള അതിനൊരു ബുക്ക്ലെറ്റ് ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. സാധാരണയായി നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ സിഗ്നേച്ചർ, പിന്നെ നമ്മളുടെ BRP നമ്പർ, അങ്ങനത്തെ ഡീറ്റെയിൽസാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് കാർ ലൈസൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പ്രൊവിഷനിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഈ D2 നമ്മൾ ചോദിക്കുന്നത്. കൂടുതലായി ഒന്നുമില്ല. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോം ഫില്ല് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നും നേരത്തെ പറഞ്ഞതുപോലെ D2 ഫോം ഫില്ല് ചെയ്യുന്നത് അപ്ലിക്കൻ്റാണ്. അപ്പോൾ ഈ D4 ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് അല്ലെങ്കിൽ ഡോക്ടറാണ് D4 ഫോം ഫില്ല് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ സീലും സിഗ്നേച്ചർ ഉണ്ടെങ്കിലേ ഇത് ഫോർവേഡ് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മെഡിക്കലിന് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഞാൻ ചെയ്തത്, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുക, HGV മെഡിക്കൽ ടെസ്റ്റിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ ഇതിനു വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ അപ്പോയിൻമെൻറ്റ് കിട്ടും. 47 പൗണ്ടാണ് ഞാൻ അതിനുവേണ്ടി പേ ചെയ്തത്. എൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് ഞാൻ പോയത്. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ D2 D4 ഫോമും കൊണ്ട് ഡോക്ടറെ കാണാൻ ചെല്ലുക. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യണ പോലെ ഡോക്ടറെ കാണാൻ ചെല്ലുക. അപ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് ചോദ്യം ചോദിക്കും, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഉത്തരം പറയാം. പിന്നെ ഐസൈറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ദൂരെ കുറച്ച് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും, അത് ജസ്റ്റ് റീഡ് ചെയ്യാൻ പറയും. സാധാരണ ടെസ്റ്റാണ്, വേറെ ഇഷ്യൂസും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഈസിയായിട്ട് പാസ് ചെയ്ത് തരാവുന്നുള്ളൂ. നോർമലി എല്ലാവരും പാസ്സാവും HGV മെഡിക്കലിൽ, വേറെ ബുദ്ധിമുട്ട് കാര്യമൊന്നുമില്ല. അതൊന്നുമല്ല നമുക്ക് ടാസ്കിന് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. 18 മന്ത്സ് ആയിരിക്കണം, ലൈസൻസ് ഉണ്ടായിരിക്കണം, കാറ്റഗറി ബിയിലുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം, പ്രൊവിഷനിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യം നോക്കണം, D2 D4 ഫോം കിട്ടണം, പിന്നെ മെഡിക്കലിൻ്റെ കാര്യങ്ങൾ നോക്കണം, D2 ഫോം ഫില്ല് ചെയ്യണം. പിന്നെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഈസിയസ്റ്റ് മെത്തേഡാണ്.
നമ്മൾ ഈ D2 ഫോമും ഈ D4 ഫോമും നമുക്ക് ഓൾറെഡി ഒരു എൻവലപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഈ ഫോം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ആ ഫോമിൽ ആ ഒരു എൻവലപ്പിൽ നമ്മുടെ D2 ഫോമും നമ്മൾ D4 ഫോമും ഇട്ട് നമ്മുടെ ലൈസൻസും ഇട്ട് നമ്മൾ DVLക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. DVLക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട പോസ്റ്റ് കോഡ് ഓൾറെഡി ബുക്ക്ലെറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് ചെറിയ ഫീസും ഉണ്ട്. അറൗണ്ട് ഒരു 30 പൗണ്ടാണെന്ന് തോന്നുന്നു, 23 പൗണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രീമിയം ഡെലിവറിയാണ് ചൂസ് ചെയ്തത്. ഞാൻ എക്സ്ട്രാ ഒരു 5 പൗണ്ട്സ് നമ്മൾ പേ ചെയ്തിരുന്നു പോസ്റ്റ് ഓഫീസിൽ. നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ നമ്മൾ കൊടുക്കുന്ന ആ ലെറ്റർ അവിടെ DVLക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ പേ ചെയ്തിരുന്നു. കാരണം നമ്മുടെ ലൈസൻസ് കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യാൻ എനിക്ക് മേ ബി ഒരു 2 to 3 വീക്സ് പിടിക്കും. ചിലപ്പോൾ എന്തായാലും പിടിക്കും. കാരണം നമുക്ക് ഫോം കിട്ടണം, നമുക്ക് മെഡിക്കലിനൊരു ഡേറ്റ് കിട്ടണം, ഈ പറഞ്ഞ നമ്മുടെ ലൈസൻസ് നമ്മുടെ പ്രൊഫഷനിൽ DVLക്ക് എത്തണം, അവിടെ നിന്ന് തിരിച്ച് നമുക്ക് പ്രൊഫഷനിൽ തിരിച്ച് വരണം. പ്രൊഫഷനിൽ തിരിച്ച് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് പോയ ലൈസൻസ് അതുപോലെ തന്നെ തിരിച്ച് വരാം, അതിലൊരു ചേഞ്ച് ഉണ്ടാവത്തില്ല. അത് തിരിച്ച് വന്നാൽ നമുക്കത് പ്രൊഫഷനിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി പ്രൊഫഷനിൽ വന്നാൽ അടുത്ത സ്റ്റെപ്പ് ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഞാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമാണിത്. മൾട്ടിപ്പിൾ ചോയ്സ്, അതായത് നമ്മുടെ തിയറി ടെസ്റ്റ് പാസ്സാവുന്നുള്ളതാണ്. അതാണ് ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നത്. അത് പഠിക്കേണ്ടത് അതേ ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ സിസ്റ്റം അല്ല. ഇവിടെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാറുണ്ട്. ട്രക്കിനെ പറ്റി ഒരുപാട്, ട്രക്കിൻ്റെ വയേഴ്സും കാര്യങ്ങളും കണക്ഷൻസൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാറുണ്ട്. കാറ് എഴുതിയ പോലെയല്ല, അതിനുവേണ്ടി വളരെ ഡിഫറൻ്റാണ് HGVയുടെ എക്സാം. അപ്പോൾ ഞാനൊക്കെ HGV ലൈസൻസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എല്ലാ കാര്യം കഷ്ടപ്പെട്ട് എൻ്റെ ഒരുപാട് സമയം പോയി HGVക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇതെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ HGVയുടെ തിയറി ടെസ്റ്റ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പ്രൊവിഷന് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തത്, നിങ്ങൾ തിയറി പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾക്ക് സമയം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ തിയറി പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിയറി ടെസ്റ്റാണ്. ശരിക്കും HGVയിൽ 3 തിയറിയും 3 പ്രാക്ടിക്കലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാമാണ് തിയറി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണിൽ ആപ്പ് സ്റ്റോറിലായാലും പ്ലേ സ്റ്റോറിലായാലും കയറിയിട്ട് HGV തിയറി ടെസ്റ്റിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് കിട്ടും. പെയ്ഡാണ്. നിയർലി ഒരു 4 to 5 pounds നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. DVLയുടെ തന്നെ HGV ലേണിംഗ് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ 4-in-1 തിയറി ടെസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ അതിൽ നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ HGVയിൽ തിയറി ടെസ്റ്റ് പാസ്സാകുന്നുള്ളത് ഒരു ഈസി ഫാക്ടർ അല്ല. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാതെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു 1 വീക്ക് അടുത്ത് തമ്മിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം 2 to 3 days തമ്മിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ HGVയുടെ തിയറി ടെസ്റ്റിന് കോസ്റ്റ് വരുന്നത് 23 pounds ആണ്. നമുക്ക് ഇഷ്ടമുള്ള ലോക്കിൽ എവിടെ ഏത് സെൻറ്ററിൽ പോയി നമുക്ക് HGVയുടെ തിയറി ടെസ്റ്റ് എഴുതാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു എക്സാമാണ് ഹസാർഡ് പെർസെപ്ഷൻ. UK കാറിന് ലൈസൻസ് എടുക്കുന്ന സമയത്തും നിങ്ങൾ ഈ എക്സാം സിമിലർ എഴുതിയിട്ടുണ്ടാവും. അന്ന സമയത്ത് നിങ്ങൾ ഈ ഹസാർഡ് പെർസെപ്ഷനും ഈ തിയറി ടെസ്റ്റും ഒറ്റ സമയത്ത് എഴുതിയിട്ടുണ്ടാവുക. രണ്ടും ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ ഹസാർഡ് പെർസെപ്ഷൻ തോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാം ഫെയിലായി. പക്ഷേ HGVയിൽ അതല്ല കേസ്. HGVയിൽ ഹസാർഡ് പെർസെപ്ഷനും തിയറി ടെസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നമുക്ക് ഒരു സമയം തന്നെ എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. നമ്മുടെ കൺവീനിയൻറ്റ് പോലെയാണ് നമുക്ക് ഇത് എഴുതുന്നത്. അപ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുക, ഹസാർഡ് പെർസെപ്ഷനും തിയറി ടെസ്റ്റും അറ്റ് എ ടൈം ബുക്ക് ചെയ്യും. ഹസാർഡ് പെർസെപ്ഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടി I think 11 pounds ആണ് തോന്നുന്നു. അപ്പോൾ ഈ തിയറി ടെസ്റ്റ് പാസ്സാൻ വേണ്ടിയിട്ട് 100 ക്വസ്റ്റ്യൻസിൽ 87 നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. 87 കിട്ടിയാലേ പാസ് ഔട്ട് ആവുള്ളൂ. ഹസാർഡ് പെർസെപ്ഷൻ ഒരു ഈസിയാണ്. നമുക്ക് അത്ര ബുദ്ധിമുട്ടും കാലമൊന്നുമില്ല. കാരണം ഒരു വീഡിയോ ക്ലിപ്പാണ്. I think it's അറൗണ്ട് ഒരു 14 വീഡിയോ ക്ലിപ്പാണ് ഹസാർഡ് പെർസെപ്ഷനിൽ കാണിക്കുക. ഹസാർഡ് പെർസെപ്ഷൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ട്രക്കോ അല്ലെങ്കിൽ ഒരു കാറോ ട്രാവൽ ചെയ്യുന്ന ഒരു വീഡിയോ സീക്വൻസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ആ ഒരു സീക്വൻസിൽ നമ്മൾ ഹസാർഡ്, അതായത് ഒരു അപകടം കണ്ടെത്താമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പട്ടിയായിരിക്കും ചിലപ്പോൾ റോഡിൽ ചാടാൻ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഹോഴ്സ്, ഒരു കുതിര റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഹസാർഡ് നമ്മൾ എത്ര പെട്ടെന്ന് സ്പോട്ട് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഏകദേശം 5 സ്റ്റെപ്പായി. അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് എനിക്ക് DM ചെയ്താൽ മതി. എന്ത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഈ 5 സ്റ്റെപ്പും ഞാനൊന്ന് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 18 ഏജ്ഡ് ആയിരിക്കണം, കാറ്റഗറി ബിയിലുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് D2 D4 ഫോം കിട്ടുക, പ്രൊവിഷണൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് D2 D4 ഫോം ഫില്ല് ചെയ്യുക, മെഡിക്കലിൻ്റെ സംബന്ധിച്ചും ഫില്ല് ചെയ്യുക. അതിൻ്റെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് DVLക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സാവുക, അതോടൊപ്പം തന്നെ ഹസാർഡ് പെർസെപ്ഷൻ പാസ്സാവുക. ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 50% കംപ്ലീറ്റ് ആയി. ഇനി വരാൻ പോകുന്നതാണ് റോഡ് ടെസ്റ്റ് കാര്യങ്ങൾ. ഇനിയും ഒരു തിയറി ടെസ്റ്റ് കൂടെ വരാനുണ്ട്. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് മൊഡ്യൂൾ 2ൻ്റെ CPC തിയറി ടെസ്റ്റാണ്. അപ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു കേസ് സ്റ്റഡിയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പണ്ട് കാലത്ത് നമ്മൾ 10th ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കഥ തന്നിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഒരു എക്സാമാണ് ഇതിൻ്റെ ഉള്ളിൽ.
ചിലർ ട്രക്ക് ഓടിച്ച് പോവുകയായിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടല്ല ഇതിൻ്റെ ഉള്ളിൽ ക്രാക്ക് ചെയ്യേണ്ടത്. നമ്മൾ കോമൺ സെൻസ് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്കിത് പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. CPC ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. പറയാൻ വിട്ടുപോയി, ഞാൻ തിയറി ടെസ്റ്റ് 5 തവണ എഴുതിയിരുന്നു. ഞാൻ ഫസ്റ്റ് ഒരു തവണ പോകും. അപ്പോൾ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ടാവുന്ന വെച്ച് പോകും, പാസ്സാവില്ല. സെക്കൻഡ് തവണ പോയി പാസ്സായില്ല. തേർഡ് തവണ പോയി പാസ്സായില്ല. ഫോർത്ത് തവണ പോയി പാസ്സായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് സമയം അങ്ങനെ പോയി. അങ്ങനെ ഒരുപാട് കാശും പോയി, ഒരുപാട് സമയം പോയി. അവസാനം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു 2 to 3 days ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. എൻ്റെ ജോബിനോട് ലീവൊക്കെ എടുത്തു. അവസാനം ആ എക്സാമിന് പോയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇത് എക്സാം ഞാൻ പാസ്സാവുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പാസ്സായി. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ തറാക്കി പഠിച്ചിട്ട് പോവുക, ക്രാക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ പോവുക. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താലേ ഈ തിയറി ടെസ്റ്റ് പാസ്സാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ അഡ്വൈസ്, നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 എക്സാമും ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൻ പറ്റും നോക്കുക. അല്ലെങ്കിൽ ഈ തിയറി ടെസ്റ്റും ഈ ഹസാർഡ് പെർസെപ്ഷനും ഒരു ഡേ എഴുതിയിട്ട് അതിൻ്റെ സെക്കൻഡ് ഡേ നിങ്ങൾക്ക് കേസ് സ്റ്റഡി CPCയുടെ മൊഡ്യൂൾ 2 പാസ്സാവാൻ നോക്കുക. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഉള്ളിൽ 43 നിങ്ങൾക്ക് കിട്ടിയാലേ ഇത് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സുഖമാണ്, പക്ഷേ ഇത് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ടൈം ഒരിക്കലും കളയാതിരിക്കുക. അപ്പോൾ പറയാൻ വിട്ടുപോയി, നിങ്ങൾ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് C+C എന്ന ഒരു കാറ്റഗറിക്ക് നമ്മൾ ഇൻഡ്യൂ ഇടണം. കാരണം അതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് കിട്ടിയാലേ നിങ്ങൾക്ക് ഏത് ട്രക്കും കൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ബസ് ഓടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈസൻസ് വെച്ച് പോരാ. ഈ C+C വെച്ചിട്ട് 16 പീപ്പിളിനെ ക്യാരി ചെയ്യുന്ന പാസഞ്ചർ ബസ്സേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. വലിയ ബസ് ഓടിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേറെ എക്സാം പാസ്സാവാനുണ്ട്. അപ്പോൾ ഈ 6 സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് 7th one. നമ്മുടെ ഒരു ഇൻസ്ട്രക്ടറെ പോയി നമ്മൾ കാണണം. ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിനെ അപ്രോച്ച് ചെയ്തിട്ട് അതിൻ്റെ ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ് 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനത് ഇവിടെ ലൂട്ടിലൊരു എക്സാം സെൻ്ററാണ്. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എനിക്ക് വേറെ കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അത് ലീഡ്സിലാണ് പുള്ളിക്കാരൻ എന്നുള്ളത് ഇൻസ്ട്രക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2000 പൗണ്ടിനൊക്കെയുള്ളിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് അദ്ദേഹം എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 days ആയിരിക്കും എല്ലാവരും കൊടുക്കുക. കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. 3 to 4 hours ആയിരിക്കും പെർ ഡേ ക്ലാസ് വരുന്നത്. ദിവസം 4 മണിക്കൂർ വെച്ചിട്ട് അങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ് ട്രെയിനിങ് തരും. ആൻഡ് 5th day നിങ്ങൾക്ക് എക്സാം ആയിരിക്കും, റിയൽ ലൈഫ് എക്സാം ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. ഈ ട്രെയിനിങ് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്, അതിനെങ്ങനെയാണ് നിങ്ങൾ അത് ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ മിസ്റ്റേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ മിസ്റ്റേക്ക് ചെയ്താലേ നിങ്ങൾ കൂടുതൽ പഠിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും സംഭവിച്ചില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും സംഭവിച്ചില്ല, നിങ്ങൾ റിയലായിട്ട് എക്സാമിന് പോയി. ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾ കാണാത്തൊരു കാര്യം അവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. അതെന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതാവും. അപ്പോൾ എനിക്ക് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാമിന് 2 days മുമ്പ് കീപ് ക്ലിയർ എന്ന് പറഞ്ഞ സൈൻ ഉണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ എനിക്കറിയാമായിരുന്നു അവിടെ വണ്ടി ആ ലൈന് മുമ്പ് നമ്മൾ ബാക്കിലോട്ട് വണ്ടി നിർത്തുന്നത്. പക്ഷേ ഞാൻ ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തിയിരുന്നു. അപ്പോൾ അതെനിക്കൊരു മിസ്റ്റേക്കായിട്ട് തോന്നി. ഞാൻ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ആ ശരിക്കും ഞാൻ റിയൽ ലൈഫിന് എക്സാമിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, അത് വണ്ടി നിർത്തണോ വണ്ടി നിർത്തണ്ടേ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കൂടുതൽ മിസ്റ്റേക്ക് ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രൊഫഷണൽ ഡ്രൈവിംഗ് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിക്കും. റിവേഴ്സിങ്, സേഫ്റ്റി ഫീച്ചേഴ്സ് എങ്ങനെയാണ്, ട്രെയിലർ എങ്ങനെയാണ് കപ്പിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അൺകപ്പിളിങ് ചെയ്യുന്നത്, റിവേഴ്സിങ്ങിന് പാസ്സാവാൻ വേണ്ടിയുള്ള എക്സാം എങ്ങനെയാണ്, കുറേ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും. അപ്പോൾ അത് നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫാക്ട്. ഇനി 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതാണ് ഒരു ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാം പാസ്സാവണ പോലെ ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ പോവുക. 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പാസ്സാവട്ടെ. അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി, പ്രാക്ടിക്കലി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. പക്ഷേ എൻ്റെ CPC ഫെയിലായിപ്പോയി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അറൗണ്ട് ഒരു 3 weeks വീണ്ടും പിടിച്ചിട്ടാണ് എനിക്ക് CPC കിട്ടിയത്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പാസ്സായാൽ തന്നെ നമുക്ക് ലീഗലി വണ്ടി ഓടിക്കാം. പക്ഷേ പ്രൊഫഷണലായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ CPC കിട്ടാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 8th സ്റ്റെപ്പിനുള്ളിൽ 2 എക്സാമാണുള്ളത്. ഒന്ന് റോഡ് ടെസ്റ്റാണ്, രണ്ടാമത് തന്നെ റിവേഴ്സിങ് എക്സാമാണ്. ട്രെയിലർ കപ്ലിംഗ് അൺകപ്ലിംഗ് ഉള്ളത്. ഈ ട്രെയിലർ റിവേഴ്സിങ് കപ്ലിംഗ് അൺകപ്ലിംഗ് ഉള്ളത് നമ്മുടെ കൂടുതൽ നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്ട്രക്ടർ തന്നെയായിരിക്കും അത് ചെയ്യുക. കാരണം അവർക്ക് അതിനുള്ള ഓതറൈസേഷൻ ഉണ്ട്. അപ്പോൾ കൂടുതലും അവർ പാസ്സാക്കി വിടാനാണ് ചാൻസ്. പക്ഷേ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് റിവേഴ്സിങ് നമ്മുടെ നാട്ടിലെ കാർ ഓടിക്കുമ്പോൾ എടുക്കുമ്പോൾ ഇങ്ങോട്ട് തിരിക്കുക അങ്ങോട്ട് ഇരിക്കുന്ന പറഞ്ഞ പോലെ ആ ഒരു സെയിം ഫീച്ചറാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ ഇൻസ്ട്രക്ടർ പറയും ഇന്ന സമയത്ത് കഴിയുമ്പോൾ തിരിച്ചോ എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് കൂടുതൽ മനസ്സിലാവത്തില്ല. പക്ഷേ നമ്മൾ റിയൽ ലൈഫിലോട്ട് കടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് റിയൽ ലൈഫിൽ റിവേഴ്സിങ് ഇടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഗ്രാജുവലി അത് ലേൺ ചെയ്യും എല്ലാ കാര്യങ്ങളും. പ്രാക്ടിക്കലി എന്ന് പറയുന്നത് 1 hour ക്ലാസ്സാണ്. അതായത് നമ്മുടെ 1 hour നമ്മുടെ എക്സാമിനർ നമ്മുടെ കൂടെ ഉണ്ടാവും. 1 hour നമ്മൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും അവർ ചോദിക്കും.
ട്രക്കിൽ കയറുന്നതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ഷോ മീ ടെൽ മീ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചോദിക്കുന്നതിനെ പറ്റി, അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള നോളജ് നമ്മുടെ ഇൻസ്ട്രക്ടർ ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്താണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആരും വെറീഡ് ആവണ്ട. നിങ്ങൾക്ക് മൈനർ എത്രയാണ് 17 മിസ്റ്റേക്ക് ആണ്ട് വന്നാലും കുഴപ്പമില്ല. പക്ഷേ മേജർ ഒന്ന് വന്നാൽ അത് ഫെയിലാണ്. അപ്പോൾ ഇതൊക്കെ മൈനറാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് റോങ് ആയാൽ പോലും അതൊരു മൈനർ മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. റോഡ് ടെസ്റ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. നിങ്ങളെങ്ങനെയാണ് ഇത് ലേൺ ചെയ്യുന്നത്, നിങ്ങളാണ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത്, നിങ്ങളെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രാക്ടീസിനുള്ളിൽ തന്നെ അവർ 1-2 പുൾ ഓവർ ഉണ്ടാവും. ചിലപ്പോൾ 1-2-3 പുൾ ഓവർ ചെയ്യാൻ പറയും വണ്ടി. അപ്പോൾ നമ്മുടെ ലെഫ്റ്റിലേക്ക് വണ്ടി ഒതുക്കുക. പാർക്കിംഗ് ചെയ്യേണ്ട ഇതൊന്നും ഉണ്ടാവില്ല, പുൾ ഓവർ ഉണ്ടാവുള്ളൂ കൂടുതൽ. പിന്നെ ചിലപ്പോൾ ഹോൺ അടിച്ച് കാണിച്ചു കൊടുക്കാൻ പറയും, ചിലപ്പോൾ വൈപ്പർ ഇട്ട് കാണിച്ചു കൊടുക്കാൻ പറയും. ചിലപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയ ശേഷം കുറച്ച് ഇൻറ്റീരിയർ, അതായത് വണ്ടി ക്യാബിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറയും. എങ്ങനെയാണ് ഇത് ചെയ്യുക, എങ്ങനെയാണ് അത് ചെയ്യുക എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതൊക്കെ നിൽക്കുന്ന ഇൻസ്ട്രക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആരും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറീഡ് ആവേണ്ടത് ഈ റോഡ് ടെസ്റ്റിന് നിങ്ങൾ മര്യാദക്ക് വണ്ടി ഓടിച്ച് കാണിച്ചെടുക്കുക. ഒരു ബുദ്ധിമുട്ടും മറ്റുള്ള വേറെ റോഡ് യൂസേഴ്സ് നിങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. എങ്കിലേ നിങ്ങൾ പാസ്സാവത്തുള്ളൂ. അപ്പോൾ ഈ 1 അവർ നമ്മൾ ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ടെസ്റ്റ് സെൻറ്ററിലേക്ക് നമ്മൾ തിരിച്ചെത്തിയതിന് ശേഷം അവർ നമ്മുടെ അടുത്ത് പറയും. ചിലപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, പാസ്സായോ ഫെയിലായോ ചോദിക്കും. അപ്പോൾ അതിനുശേഷം അവർ റെസ്പോൺസ് ചെയ്യും. നിങ്ങൾ ഫെയിലായിട്ടുണ്ടെന്ന് പറയും. നിങ്ങളുടെ മിസ്റ്റേക്ക് പറയുക, പാസ്സായിട്ടുണ്ടെന്ന് പറയാം. പാസ്സായി കിട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത സംഭവം നമുക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരിക്കും. ഒരുപാട് ലെങ്ത്തിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അതാണ് 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് CPCയുടെ മൊഡ്യൂൾ 4ൻ്റെ എക്സാമാണ്. അതായത് ഞാൻ തോറ്റൊരു എക്സാമാണ്. എല്ലാവരും സുഖമാണെന്ന് പറഞ്ഞൊരു എക്സാമാണ്, എളുപ്പമാണ്, ഇത് പാസ്സാകുമെന്ന് പറഞ്ഞ എക്സാമാണ് ഞാൻ ഫെയിലായത്. അപ്പോൾ ചെറിയൊരു കാരണം കൊണ്ടാണ് ഞാൻ ഫെയിലായത്. അപ്പോൾ CPCയുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നൊരു എക്സാം പ്രാക്ടിക്കൽ എക്സാമാണ്. നമ്മുടെ മുമ്പിൽ ഒരു ചെറിയൊരു വാനോ അല്ലെങ്കിൽ ചെറിയൊരു ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു എക്സാമിനർ ഉണ്ടാവും. എക്സാമിനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ഷോ മീ എന്ന് പറയും. ഷോ മീ ടെൽ മീ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുക. അതായത് അതൊക്കെ പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ട് കാലമൊന്നുമില്ല. പക്ഷേ ഞാൻ ഫെയിലായി പോയി. അപ്പോൾ CPC മൊഡ്യൂൾ 4 പാസ്സായതിനു ശേഷം അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡ്രൈവർ കാർഡിനും ഡ്രൈവർ ക്വാളിഫിക്കേഷൻ കാർഡിനും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ് ടു യു. താങ്ക്സ് ഫോർ വാച്ചിങ് വണ്ടേഴ്സ് വീൽസ്. ഇസ്മി അസ്ലം അസീസ്.